രാഹുൽ ഗാന്ധിയുടെ 2 ദിവസത്തെ തെക്കൻ കേരളം സന്ദർശനം അതിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രസംഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പുത്തരിക്കണ്ടം മൈതാനത്ത് കാണുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് അങ്ങനെ ആയിരിക്കില്ല സ്ഥിതി എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രകടന പത്രിക സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ നമുക്കിന്ന് രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ന് ഈ തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തെ പുതുയുഗ യാത്ര സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. മാത്രമല്ല ദേശീയ നേതൃത്വത്തിന്റെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ കഴിഞ്ഞ കുറച്ച് കാലത്തെ രീതിയും അങ്ങനെയാണ്. പ്രധാനപ്പെട്ട പ്രകടന പത്രിക അതല്ലെങ്കിൽ സർക്കാരിനെതിരെയിട്ടുള്ള അവർ ഇറക്കുന്ന റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ ഇങ്ങനെയുള്ള വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് പതിവ് രീതി. അത് നമുക്ക് ഇന്ന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലും ആ രീതിയിലുള്ള സമീപനം നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വൈകിട്ട് 5 മണിക്കാണ് പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുക. അതിന് മുന്നോടിയായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ പുതുയുഗ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മുന്നേറ്റ ജാഥ എന്ന രീതിയിലാണ് പുതുയുഗ യാത്ര വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏതാണ്ട് ഫെബ്രുവരി 6 ആരംഭിച്ചു. 121 സമ്മേളനങ്ങൾ പൊതുസമ്മേളനങ്ങൾ അതിന്റെ ഭാഗമായി നടത്തി. ഈ സംവദിക്കാം പുതുയുഗത്തിനായി എന്നുള്ള പേരിൽ പലതരത്തിൽ 14 ജില്ലകളിൽ സംവാദ പരിപാടികൾ നടത്തി. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ആ യാത്രയ്ക്കുണ്ടായിരുന്നു. ആ യാത്രയാണ് സമാപിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ കോൺഗ്രസിൽ ഈ യാത്ര കടന്നു പോകുന്ന സമയത്ത് പലതരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടായി. കുറ്റ്യാടിയിലെ വേദി വിവാദം, അതേപോലെ ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള KSUവിന്റെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ, മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം. അങ്ങനെ പോയ ഒരു പുതുയുഗ യാത്രയ്ക്കാണ് സമാപനം കുറിക്കുന്നത്. ഏതായാലും വൈകിട്ട് 5 മണിക്ക് രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തും. രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഇന്ന് രാവിലെ 10 മണിക്ക് വർക്കലയിലാണ്. വർക്കല മഠം സന്ദർശിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ടെക്നോ പാർക്കിൽ അദ്ദേഹം IT പ്രൊഫഷണലുകളുമായി സംവാദ പരിപാടിയിൽ ഏർപ്പെടും. അതിനുശേഷമാണ് 5 മണിക്ക് പുതുയുഗ യാത്രയുടെ സമാപന പരിപാടിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുക.